നമസ്കാരം. ബയോമാസ്റ്റർ PhD ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസിൽ ഫിസിയോളജിയിൽ സ്കെൽറ്റൽ മസിലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കുകയാണ്. വളരെ നന്നായി മനസ്സിലാക്കി ഓരോ സ്ട്രക്ചറും നമ്മുടെ മസിലിൻ്റെ ഓരോ സ്കെൽറ്റൽ മസിലിൻ്റെ ഓരോ സ്ട്രക്ചറിലും എന്താണുള്ളത്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് നന്നായി മനസ്സിലാക്കണമെന്നുള്ള അതിൻ്റെ ഘടന കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ശ്രദ്ധിച്ചിരിക്കുക. മസിൽ മാസ് ഓർ മസിൽ ടിഷ്യൂ അല്ലേ, മസിൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മേഡപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മസിൽ സെൽസ് ഓർ മയോസൈറ്റ്സ്. മയോസൈറ്റ്സ് കോശങ്ങൾ കൊണ്ടാണ് മസിൽ ടിഷ്യൂ ഉണ്ടായിട്ടുള്ളത്. ഓരോ മസിൽ സെല്ലുകളെയും നമ്മൾ സാധാരണ മസിൽ ഫൈബർ എന്നാണ് വിളിക്കാറ്. ബിക്കോസ് ദേ ആർ ലോങ് ആൻഡ് സ്ലെൻഡർ ഇൻ അപ്പിയറൻസ്. അവർ ലോങ് ആൻഡ് സ്ലെൻഡറായി കാണപ്പെടുന്നതുകൊണ്ട് നമ്മളങ്ങനെ മസിൽ ഫൈബേഴ്സ് എന്നാണ് അവയെ വിളിക്കാറുള്ളത്. ഇവ സ്കെൽറ്റൽ മസിൽ ഫൈബേഴ്സ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ദേ ആർ മൾട്ടി ന്യൂക്ലിയേറ്റഡ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോഴും പഠിച്ചു അല്ലേ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മസിൽ മാസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം നെയ്ബറിംഗ് ടിഷ്യൂസ് ബൈ എ തിക്ക് ഫൈബറസ് ടിഷ്യൂ ലെയർ നോൺ ആസ് ഫാഷ്യ. ഒരു മസിൽ മാസ് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമേ ഒരു ലെയർ ഉണ്ട്, അതിൻ്റെ പേരാണ് ഫാഷ്യ. അല്ലെങ്കിൽ ആ ഫാഷ്യ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ ലെയർ കൊണ്ട് തൊട്ടടുത്തുള്ള മസിൽ മാസുകളെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഫാഷ്യയുടെ അണ്ടറിലായിട്ട് നിങ്ങൾക്ക് ഒരു മറ്റൊരു ലെയർ കാണാൻ കഴിയും. ദാറ്റ് ഈസ് എപ്പിമൈസിയം. നമുക്ക് ഡയഗ്രം നോക്കാം കേട്ടോ. ഡയഗ്രം നോക്കാം. ഇൻ ദ മസിലിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു മസിൽ മാസിൻ്റെ അകത്തേക്ക് പിന്നീട് നമ്മൾ വരുമ്പോൾ മസിൽ ഫാസിക്കുലികൾ കാണാം, അല്ലെങ്കിൽ മസിൽ ഫാസിക്കുലസ് എന്ന് നമുക്ക് പറയാം. ഓരോ മസിൽ ഫൈബറും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ മസിൽ ഫാസിക്കുലീസ് എന്ന് പറയുന്നത്. ഈ ഫാസിക്കുലിയുടെ അകത്തായിട്ടാണ് മസിൽ ഫൈബേഴ്സ് കാണുന്നത്. ഓക്കെ, സോ അതായത് ഈ കോശങ്ങൾ കാണപ്പെടുന്നത് ഈ ഫാസിക്കുലിയുടെ അകത്താണ്. ഇവയെ ഫാസിക്കുലിയെ ചുറ്റിക്കൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റുണ്ട്. ദാറ്റ് ഇസ് പെരിമൈസിയം. ഓക്കെ, പെരിമൈസിയം. ഇനി മസിൽ ഫൈബർ എടുക്കുകയാണെങ്കിൽ ആ മസിൽ ഫൈബറിനെ ചുറ്റിക്കൊണ്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ലെയറാണ് എൻഡോമൈസിയം. സോ നൗ നമുക്കത് ചെക്ക് ചെയ്യാം. ഒന്ന് ഡയഗ്രത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്കെൽറ്റൽ മസിലിൻ്റെ സ്ട്രക്ചറാണ്. ബോണിലേക്ക് ടെൻഡൻ വഴി അത് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ഇതിൻ്റെ ഈ പുറമേ ഉള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമുക്ക് എന്ത് പറയാൻ കഴിയുന്നത്? ദാറ്റ് ഈസ് ഫാഷ്യ എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ നേരെ അണ്ടറിൽ വരുന്ന ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിമൈസിയം എന്ന് വിളിക്കുന്നത്. ഇനി അതിനകത്തുള്ള ഓരോ ഫാസിക്കുലീസിനെയും നമ്മൾ മസിൽ ഫാസിക്കുലീസിനെ ഇപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ആണ് അല്ലേ. ഇതിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഔട്ടർ കവറിങ്ങിനെയാണ് പെരിമൈസിയം എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് മസിൽ ഫൈബർ ഇരിക്കുന്നത്. കണ്ടോ, ഓരോ മസിൽ ഫൈബറും ആ മസിൽ ഫൈബറിൻ്റെ പുറത്തെ ലെയറാണ് എൻഡോമൈസിയം. നമുക്ക് വേണമെങ്കിൽ അതിനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മസിൽ മാസാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. ആ മസിൽ മാസിന് നമ്മൾ ഒന്ന് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു ലെയറാണ് എപ്പിമൈസിയം എന്ന് പറയുന്നത്. അതിന് ഉള്ളിലിരിക്കുന്ന ഒരു മസിൽ ഫാസിക്കുലസിനെ നമ്മളിതാ പുറത്തേക്ക് എടുത്ത് വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മസിൽ മാസിൻ്റെ അതിൻ്റെ പുറമേ ഉള്ള ലെയർ ഇപ്പോൾ എപ്പിമൈസിയമാണ്. അതിനുള്ളിലുള്ള ഫാസിക്കുലസിനെ പുറത്തെടുത്തിട്ട് അതിൻ്റെ ഔട്ടർ കവറിംഗ് ആണ് ആക്ച്വലി പെരിമൈസിയം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലെ മസിൽ ഫൈബറുകൾ ഇരിക്കുന്നത് കാണാം അല്ലേ, ഓരോന്നും. അതിൻ്റെ ഔട്ടർ കവറിങ്ങിനെയാണ് നമ്മൾ എൻഡോമൈസിയം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇനി നമുക്ക് മസിൽ ഫൈബറിൻ്റെ കുറിച്ച് പറയാം. ഉള്ളിലേക്ക് വന്നു. അപ്പോൾ മസിൽ ഫൈബറാണ്. ഓരോ മസിൽ ഫൈബറും സിലിണ്ടറിക്കൽ ഷേപ്പാണുള്ളത്. ആവറേജ് ലെങ്ത് ഫൈബറിൻ്റെ 3 സെൻറ്റിമീറ്റർ ആണ്. 1 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ അതിൻ്റെ ലെങ്ത് വേരി ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ മസിൽ ഫൈബർ വേരീസ് ഫ്രം 10 മൈക്രോൺ ടു 100 മൈക്രോൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയമീറ്ററോ അല്ലെങ്കിൽ അങ്ങനെ നമുക്കത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. കാരണം ഡയമീറ്റർ എന്ന് വെച്ചാൽ മസിൽ ഫൈബറിൻ്റെ ഇപ്പോൾ വേരി ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതങ്ങനെ ചോദിക്കുന്ന നിർബന്ധമില്ല. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നൊരു കാര്യമാണ്. ദെൻ മസിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു എ ടഫ് കോഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കോൾഡ് ടെൻഡനുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടു ബോണിലേക്ക് കണക്ട് ചെയ്തത്. ഈ ഓരോ ടെൻഡനും ടെൻഡൻ ഓഫ് സം മസിൽസ് ഇസ് തിൻ, ഫ്ലാറ്റ്, സ്ട്രെച്ച്ഡ് ബട്ട് ടഫ് ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ടെൻഡൻ കണ്ടിട്ടുണ്ട് അല്ലേ. ഒരു പ്രത്യേക ഒരു കട്ടിയുള്ള പോലെ ഒരു സ്ട്രക്ചറാണ് ടെൻഡൻ. സോ സച്ച് ടൈപ്പ് ഓഫ് ടെൻഡൻ ഇസ് കോൾഡ് അപ്പോന്യൂറോസിസ്. ഈ അപ്പോന്യൂറോസിസ് ടൈപ്പ് ഓഫ് ടെൻഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ ബോഡിയിലും കാണാം. ഓക്കെ, അപ്പോൾ അപ്പോന്യൂറോസിസ് ടൈപ്പ് ഓഫ് ടെൻഡനാണ് ഒരു തിന്നായിട്ടുള്ള ഫ്ലാറ്റ്, സ്ട്രെച്ച്ഡ് ബട്ട് ടഫ് ആയിരിക്കും. അതാണ് നമ്മുടെ മസിൽസിനെ ബോണിലേക്ക് കണക്ട് ചെയ്യുന്നത്, അപ്പോന്യൂറോസിസ്. ദെൻ
Each muscle fiber is enclosed by a cell membrane called plasma membrane that lies beneath the endomysium. നമ്മളിപ്പോൾ നേരത്തെ കണ്ട എൻഡോമൈസിയത്തിൻ്റെ ഇപ്പോൾ ഇതാണ് ഒരു എൻഡോമൈസിയം എങ്കിൽ എൻഡോമൈസിയത്തിൻ്റെ അണ്ടറിലായിട്ടാണ് സാർക്കോലെമ്മ വരുന്ന മെംബ്രെയിൻ വരുന്നത്. സാർക്കോലെമ്മയുടെയും ഉള്ളിലായിട്ടാണ് സാർക്കോപ്ലാസം വരുന്നത്, സൈറ്റോപ്ലാസം ഓഫ് ദ മസിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ജനറലായി സാർക്കോപ്ലാസത്തിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. സാർക്കോപ്ലാസത്തിലേക്ക് ന്യൂക്ലി, മയോഫൈബ്രിൽ, ന്യൂക്ലി എന്ന് പറയുന്നത് അല്ലേ, കാരണം എന്താ ഒരുപാടെണ്ണം ഉണ്ട്. സോ ഗോൾഗി അപ്പാരറ്റസ്, മൈറ്റോകോൺട്രിയ, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്, ഗ്ലൈക്കോജൻ ഡ്രോപ്ലെറ്റ്സ്. ശ്രദ്ധിക്കുക കണ്ടോ, മസിൽ ഗ്ലൈക്കോജൻ നമ്മൾ കോറിസൈക്കിളൊക്കെ പഠിച്ചതാണ്, ഓർക്കുക. ഒക്കേഷണൽ ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഓരോ മസിൽ ഫൈബറിനും ഒരു 1 or more ന്യൂക്ലി ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലോങ് മസിൽ ഫൈബേഴ്സാണ്, മെനി ന്യൂക്ലിയസ് കാണാൻ പറ്റും. ന്യൂക്ലിയസ് ആർ ഓവൽ ഓർ ഇലോങ്ങേറ്റഡ് ആൻഡ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിനിത്ത് ദ സാർക്കോലെമ്മ. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്, മസിൽ ഫൈബറിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഇത്. ഈ സാർക്കോലെമ്മയുടെ ജസ്റ്റ് അണ്ടറിലായിരിക്കും ന്യൂക്ലിയസ് പ്രത്യക്ഷപ്പെടുക. അതുമാത്രമല്ല അത് ഓവൽ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഇനി ഓൾ ദ ഓർഗനൽസ് ഓഫ് മസിൽ ഫൈബേഴ്സ് ഹാവ് ദ സെയിം ഫങ്ഷൻസ് ആസ് ദോസ് ഓഫ് അതർ സെൽ. All the organelles of muscle fiber have the same functions as those of the other cells. അപ്പോൾ ഇത് നമ്മുടെ മറ്റുള്ള കോശങ്ങളിലുള്ള പോലെ തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു കോൺട്രാക്ഷൻ നടക്കുന്നതുകൊണ്ടുള്ളൊരു വ്യത്യാസമല്ലാതെ ബാക്കിയെല്ലാ കോശങ്ങളൊക്കെ പോലെ തന്നെയാണ് ഇവിടെ ഫംഗ്ഷനൊക്കെ നടക്കുന്നത്. മയോഫൈബ്രിലിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. Myofibrils or myofibrilli are the fine parallel filaments present in the sarcoplasm of the muscle cell. മസിൽ കോശങ്ങളുടെ അകത്തുള്ള ഫൈൻ പാരലൽ ഫിലമെൻറ്റ്സ് ആണ് മയോഫൈബ്രിൽസ് എന്ന് പറയുന്നത്. മയോഫൈബ്രിൽസ് റൺ ത്രൂ ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ മസിൽ ഫൈബർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ നല്ല നീളത്തിലുള്ളൊരു കോശമാക്കാനുള്ള കാരണം. സോ ഇൻ ദ ക്രോസ് സെക്ഷൻ ഓഫ് എ മസിൽ ഫൈബർ the myofibrils appear like small distinct dots within the sarcoplasm. നമ്മൾ ക്രോസ് സെക്ഷൻ കണ്ടപ്പോൾ കണ്ടല്ലോ അല്ലേ, ഇങ്ങനെ ക്രോസ് സെക്ഷൻ കണ്ടപ്പോൾ അത് ഇങ്ങനെ കുറച്ച് ഇതായിട്ടാണ് നമ്മൾ കണ്ടത്, ഡോട്ട് ലൈക്ക് അപ്പിയറൻസ്. ഡയമീറ്റർ ഏകദേശം 0.2 to 2 മൈക്രോൺ വരും. ദ ലെങ്ത് ഓഫ് ദ മയോഫൈബ്രൽ വേരീസ് 1 centimeter to 4 centimeter ആയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് ദ ഒരു മാസിൻ്റെ സെൽ ഫൈബറിൻ്റെ ടോട്ടൽ ലെങ്ത് പോലെ തന്നെ. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ മസിൽ ഫൈബർ എത്ര നീളമുണ്ടോ അതിനനുസരിച്ച് മയോഫൈബ്രലിൻ്റെ നീളവും വ്യത്യാസം വരും. In some muscle fibers, some of the myofibrils are arranged in group called Cone's area. അപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മളിങ്ങനെ കെട്ടുകെട്ടുകളായിട്ട് ഇങ്ങനെ നല്ല ബണ്ടിലായിട്ട് പാരലലി അറേഞ്ച് ചെയ്തായിട്ടായിരിക്കും ഈ ഫൈബ്രൽസ് കാണപ്പെടുന്നത്. പക്ഷേ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു അത്ര ഒരു ക്രോസ്ലി അറേഞ്ച്ഡ് ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയസിനെയാണ് നമ്മൾ കോൺഹെയിംസ് ഏരിയ എന്ന് പറയുന്നത്. കോൺഹെയിംസ് ഏരിയ കേട്ടോ. സോ കോൺഹെയിം ഏരിയ ഓർ ഫീൽഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് സാധാരണ ഫൈബറിൽ ഇരിക്കുന്ന പോലെയല്ല, ഒരു ഇച്ചിരി ഡിസറേഞ്ച്ഡ് ആയിട്ടൊക്കെ കാണുന്ന ഒരു ഏരിയയാണ് കോൺഹെയിംസ് ഏരിയ. ഓക്കെ, ദെൻ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് എ മയോഫൈബ്രിൽ. മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് എ മയോഫൈബ്രിൽ നോക്കുകയാണെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് ഷോസ് ദാറ്റ് നമ്മൾ ലൈറ്റ് പ്ലെയിൻ പോളറൈസ് ലൈറ്റ് വെച്ചിട്ടുള്ള സ്റ്റഡീസാണ്, അത് വെച്ചിട്ട് നമ്മളിതിനെ ഈ സ്ട്രക്ചറിനെയൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈച്ച് മയോഫൈബ്രിൽ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് 2 alternating bands which are also called sections, segments or discs. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് 2 alternating bands കാണാം, നമ്മളതിനെ സെക്ഷൻസ്, സെഗ്മെൻറ്റ്സ് ഓർ ഡിസ്ക് എന്നൊക്കെ പറയുന്നു. ആൻഡ് ദീസ് ബാൻഡ്സ് ആർ ഫോംഡ് ബൈ മസിൽ പ്രോട്ടീൻസ്. ഇതിൻ്റെ കാരണം ഇങ്ങനെ ബാൻഡുകളായിട്ട് കാണാനുള്ള കാരണം മസിൽ പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ടാണ്. അതിൽ ലൈറ്റ് ബാൻഡ്, ഐ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപ്പിക് ബാൻഡ് എന്ന് പറയുന്നു. ഡാർക്ക് ബാൻഡ് ആൻഡ് ഐസോട്രോപ്പിക് ബാൻഡ് എന്ന് പറയുന്നു എ ബാൻഡ്. അപ്പോൾ ലൈറ്റ് ബാൻഡ് ഓർ ഐ ബാൻഡ്, ഡാർക്ക് ബാൻഡ് ഓർ എ ബാൻഡ്. ഓക്കെ, ഇനി അതിന് നമുക്ക് കൂടുതൽ വിശദീകരിച്ച് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, എങ്ങനെയാണത് കാണുന്നതെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. സോ ഹിയർ ഇസ് ദ എൻഡോമൈസത്തിന് താഴെയുള്ള സാർക്കോലെമ്മയാണ് ഈ കാണുന്നത്. സാർക്കോലെമ്മയുടെ ഉള്ളിലായിട്ട് നമ്മളുടെ മയോഫൈബ്രിലുകളെ അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ. ഇതാണിപ്പോൾ ഓരോ മസിൽ സെല്ലിന്, ഇപ്പം ഇതാണൊരു മസിൽ ടോട്ടൽ ഒരു അല്ലേ ഫാസിക്കുലി വന്നിട്ട് അതിൻ്റെ അണ്ടറിൽ ഇനിയിപ്പോൾ ഇതാ നമുക്ക് മയോഫൈബറിലെ മാത്രം എടുത്തിട്ട് നോക്കാം. ഒരു മയോഫൈബറിൽ മാത്രം എടുക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം അല്ലേ. ഈ ഒരു അപ്പിയറൻസ്, ഇതിന് ഒരു ടോട്ടൽ ഇങ്ങനെ ഒരു അപ്പിയറൻസ് കിട്ടാനുള്ള കാരണം തന്നെ ഈ ഓരോ മയോഫൈബ്രിലും ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അല്ലേ. ഈ ഒരു ടോട്ടൽ സ്ട്രക്ചറിന് ഈ ഒരു അപ്പിയറൻസ് വരുന്നത് ഈ ഓരോന്നിനും ഈ അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. സോ ഹിയർ ഇറ്റ് ഈസ് ദ എ ബാൻഡ്, കുറച്ച് ഡാർക്കാണ് അല്ലേ, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ദിസ് ഇസ് ദ ഐ ബാൻഡ്. ഇവിടെ ഇങ്ങനെ തൊട്ട് സാർക്കോലെമ്മയുടെ അറ്റത്തായിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെ ന്യൂക്ലിയസുകൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ എ ബാൻഡ്,
ഐ ബാൻഡ് എന്താണെന്ന് കണ്ടു നിങ്ങൾ. ഇനി ഐ ബാൻഡിൻ്റെ മധ്യത്തിലൂടെ നമുക്കൊരു ലൈൻ കാണാം, ദാറ്റ് ഈസ് ഇസഡ് ലൈൻ. ഓക്കെ, ഇസഡ് ലൈൻ എന്ന് പറയും. അങ്ങനെ രണ്ട് ഇസഡ് ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തെയാണ് നമ്മളൊരു കംപ്ലീറ്റ് ഒരു സാർക്കോമിയർ യൂണിറ്റ്, കോൺട്രാക്ഷൻ യൂണിറ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു. ലൈറ്റ് ബാൻഡ് ഓർ ഐ ബാൻഡ് is called isotropic band because it is isotropic to polarized light. അത് ഐസോട്രോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ദറ്റ് ഇസ് ഐസോട്രോപ്പിക്. അതുകൊണ്ടാണ് നമ്മൾ ഐസോട്രോപ്പിക് ബാൻഡ് അല്ലെങ്കിൽ ലൈറ്റ് ബാൻഡ് എന്ന് പറയുന്നത്. When polarized light is passed through the muscle fiber at this area, light rays are refracted at the same angle. അല്ലേ, ലൈറ്റ് റേസ് സെയിം ആംഗിളിൽ റിഫ്രാക്ട് ചെയ്ത് വരുന്നു. ഡാർക്ക് ബാൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എ ബാൻഡ് അല്ലെങ്കിൽ അനൈസോട്രോപ്പിക് ബാൻഡ് ആണെങ്കിൽ ബിക്കോസ് ഇറ്റ് ഈസ് അനൈസോട്രോപ്പിക് ടു ദ പോളറൈസ്ഡ് ലൈറ്റ്. നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ മസിൽ ഫൈബറിലേക്ക് കൊടുക്കുമ്പോൾ ദ ലൈറ്റ് റേസ് ആർ റിഫ്രാക്റ്റഡ് അറ്റ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. കാരണം അവിടെ കുറച്ചെന്തോ ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അത് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യപ്പെട്ട് പോകുന്നത് അല്ലേ. അതായത് അതിൻ്റെ തിക്നെസ്സിലും ഒക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അല്ലേ. മറ്റേത് നമ്മൾ ലൈറ്റ് ബാൻഡ് ആയിരുന്നപ്പോൾ അത് റിഫ്രാക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ആ സെയിം ഡയറക്ഷനിൽ വരുന്നു. എന്നാൽ ഡാർക്ക് ബാൻഡിൽ അങ്ങനെ ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ തിക്നെസ്സിൽ വ്യത്യാസമുണ്ട്, അതിലുള്ള കമ്പോണൻസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ ലൈറ്റ് ബാൻഡ് ആൻഡ് ഡാർക്ക് ബാൻഡിൽ ഈ വ്യത്യാസം ഉണ്ടെന്നുള്ള മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് മീൻസ് നോട്ട് ഐസോ മീൻസ് ഇറ്റ് ആൻഡ് ട്രോപ്സ് മീൻസ് സ്റ്റെയിനിങ്. അതാണ് എൻ്റെ ഒരു മീനിങ്. ഓക്കെ, ഡാർക്ക് ബാൻഡ് ഈസ് ഓൾസോ കോൾഡ് ക്യൂ ഡിസ്ക് എന്ന് നമ്മളതിനെ വിളിക്കാറുണ്ട്. ഡാർക്ക് ബാൻഡ് ഈസ് ഓൾസോ കോൾഡ് ക്യൂ ഡിസ്ക് അല്ലെങ്കിൽ കൊഷീബ് ഡിസ്ക് അല്ലെങ്കിൽ ക്രോസ് ഡിസ്ക് എന്നൊക്കെയാണ് നമ്മളതിനെ പറയാറ് കേട്ടോ. ക്യൂ ഡിസ്ക്, കൊഷീബ് ഡിസ്ക് അല്ലെങ്കിൽ ക്യൂ ഡിസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ക്യൂ ഡിസ്ക് എന്ന് പറയുന്നതും നമ്മൾ എ ബാൻഡിന് തന്നെയാണ്. ഇൻ ആൻ ഇൻടാക്ട് മസിൽ ഫൈബർ ഐ ബാൻഡ് ആൻഡ് എ ബാൻഡ് ഓഫ് ദ അഡ്ജസൻറ്റ് മയോഫൈബ്രിൽസ് ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ്. ഇറ്റ് ഗിവ്സ് ദ അപ്പിയറൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ക്രോസ് സ്ട്രയേഷൻസ് ഇൻ ദ മസിൽ ഫൈബർ. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്കൊരു ക്രോസ് സ്ട്രയേഷൻ കിട്ടുന്നത്. ആൻഡ് ഐ ബാൻഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പോർഷൻസ് ബൈ മീൻസ് ഓഫ് എ നാരോ ഡാർക്ക് ലൈൻ. കാരണം ഐ ബാൻഡിൻ്റെ മധ്യത്തിൽ കൂടെ ചെറിയൊരു ഡാർക്ക് ലൈൻ നിങ്ങൾ കണ്ടു, ദാറ്റ് ഇസ് ഇസഡ് ലൈൻ ഓർ ഇസഡ് ഡിസ്ക്. ജർമ്മനിൽ നമ്മൾ അതിനെ എന്താ പറയുന്നതെന്ന് അറിയാമോ? സുഷൻ ഷീബെ ഡിസ്ക് എന്നാണ് പറയുന്നത്. അതാണ് അതിന് ഇസഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സുഷൻ ഷീബെ ഡിസ്ക് എന്നാണ് അത് പറയുന്നത്, ജർമ്മനാണ്. ദ ഇസഡ് ലൈൻ ഈസ് ഫോംഡ് ബൈ എ പ്രോട്ടീൻ ഡിസ്ക്. ദ ഇസഡ് ലൈൻ ഈസ് ഫോംഡ് ബൈ എ പ്രോട്ടീൻ ഡിസ്ക്. ഓർക്കുക, അത് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് പ്രോട്ടീൻ അല്ലേ, വിച്ച് ഡസ് നോട്ട് പെർമിറ്റ് പാസേജ് ഓഫ് ലൈറ്റ്. അപ്പോൾ ലൈറ്റ് ഇപ്പോൾ സാധാരണ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് വന്നു, ഇത് ലൈറ്റ് ബാൻഡാന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എല്ലായിടത്തും കൃത്യമായ റിഫ്രാക്ഷൻ, അത് സെയിം അളവിൽ കോണളവിൽ തന്നെ സെയിം ആംഗിളിൽ തന്നെ റിഫ്രാക്ഷൻ നടന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അതിലൊരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം എന്ത് സംഭവിച്ചില്ല, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ആ കൃത്യമായിട്ടുള്ള ആ ഒരു റിഫ്രാക്ഷൻ അല്ല, ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ആ ലൈറ്റ് പോയതെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ആ ഒരു തിക്നെസ്സിന് വ്യത്യാസമുണ്ട് എന്നാണ് അർത്ഥം അല്ലേ. ഇതാണ് ഇപ്പോൾ ഐ ബാൻഡ് എങ്കിൽ ഇവിടെ മാത്രം കട്ടി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ തിക്നെസ്സിന് വ്യത്യാസമുണ്ട് അല്ലെ. കട്ടി അനുഭവപ്പെടുന്നു, അത് ലൈറ്റ് വ്യത്യാസം, റിഫ്രാക്ഷനിൽ വ്യത്യാസം കാണിക്കുന്നു, ആംഗിളിൽ വ്യത്യാസം കാണിക്കുന്നുവെങ്കിൽ അവിടെ നല്ല തിക്കായിരിക്കും. സോ അവിടെ നമുക്ക് പറയാം അതൊരു പ്രോട്ടീൻ ഡിസ്ക് ആണ്, വിച്ച് ഡസ് നോട്ട് പെർമിറ്റ് പാസേജ് ഓഫ് ലൈറ്റ്. ദ പോർഷൻ ഓഫ് മയോഫൈബ്രിൽ ഇൻ ബിറ്റ്വീൻ 2 ഇസഡ് ലൈൻ ഈസ് കോൾഡ് സാർക്കോമിയർ. 2 ഇസഡ് ലൈനുകളുടെ ഇടയിലുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ സാർക്കോമിയർ യൂണിറ്റ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇതിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട 2 ഫിലമെൻറ്റുകളാണ്, ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റുകൾ ചേർന്നിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്. സോ ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ ലെങ്ത്തും ഡയമീറ്ററും മയോസിൻ ഫിലമെൻറ്റിൻ്റെ ഡയമീറ്ററും ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആക്റ്റിൻ ഫിലമെൻറ്റ് 20 ആങ്സ്ട്രോവും മയോസിൻ ഫിലമെൻറ്റ് 115 ആങ്സ്ട്രോവുമാണ് തന്നിട്ടുള്ളത്, ഓർത്തിരിക്കുക. ഓക്കെ, സോ ഒരു സാർക്കോമിയർ യൂണിറ്റിനെ കുറിച്ച് നോക്കാം. ഒരു സാർക്കോമിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സ്കെൽറ്റൽ മസിൽ, അല്ലെങ്കിൽ ഒരു ബേസിക് കോൺട്രാക്റ്റൽ യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഇസഡ് ലൈൻ മുതൽ മറ്റൊരു ഇസഡ് ലൈൻ വരെ ഉള്ള ഭാഗമാണ് നമ്മൾ എന്തായി പറയുന്നത്, ഒരു സാർക്കോമിയർ ആയിട്ട് പറയുന്നത് അല്ലേ. വി ക്യാൻ സീ ഈ ഒരു ഡാർക്ക് ബാൻഡ് ആയിട്ടുള്ള ഈ ഒരു സോണിൽ അല്ലെങ്കിൽ നല്ല എ ബാൻഡിൽ അനൈസോട്രോപ്പിക്കിൽ ഒരു ലൈറ്റ് ബാൻഡ് കൂടെ നമുക്ക് കാണാം. ആ ലൈറ്റ് ബാൻഡ് എച്ച് സോൺ എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എച്ച് സോൺ എന്നാണ് ആ ഒരു ലൈറ്റ് ഏരിയ പറയുന്നത്. ഓക്കെ, ഓരോ സാർക്കോമിയറും ഇസഡ് ലൈനുകളുടെ ഇടയിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ സാർക്കോമിയർ യൂണിറ്റിൽ അതിൻ്റേതായ പ്രത്യേകം സ്ട്രക്ചറുകളെല്ലാം ഉണ്ട് കോൺട്രാക്ഷന് സഹായിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡി അതിൻ്റെ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇതാണ് 2 ഇസഡ് ലൈനുകൾ അല്ലേ, തിക്കൻഡായിട്ടുള്ള 2 ഇസഡ് ലൈനുകൾ. അവയുടെ ഇടയിലായിട്ട് നമുക്ക്
ഒരു എച്ച് സോൺ അല്ലേ. എച്ച് സോൺ എന്ന് പറയുമ്പോൾ അത് തിക്കൻഡ് ആയിട്ടുള്ള അനൈസോട്രോപ്പിക് ബാൻഡ് എന്ന് പറയുന്ന റീജിയൻ്റെ മിഡിലായിട്ട് നമുക്കൊരു എച്ച് സോൺ കാണാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ എച്ച് സോണിൽ ഇതിൻ്റെ അകത്തായിട്ട് ഒരു എം ലൈൻ നമുക്ക് കാണപ്പെടാം. എം ലൈൻ, ദിസ് ഇസ് ദ എം ലൈൻ. എം ലൈൻ എന്ന് പറയുന്നത് മയോസിൻ ബൈൻഡിങ് പ്രോട്ടീൻസ് ആണ്. മയോസിൻ ബൈൻഡിങ് പ്രോട്ടീൻ, അതായത് 2 ഫിലമെൻറ്റ് അല്ലെങ്കിൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് ഈ സാർക്കോമിയറിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ മയോഫിലമെൻറ്റ്സ് എന്ന് പറയുന്നത്. മയോഫിലമെൻറ്റ്സ് 2 തരത്തിലുണ്ട്. ആക്റ്റിൻ ഫിലമെൻറ്റ്സും മയോസിൻ ഫിലമെൻറ്റ്സും ഉണ്ട്. ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മയോസിൻ ഫിലമെൻറ്റുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീനാണ് ഈ എം ലൈൻ എന്നുള്ളത് കൊണ്ട്, അതിന് ഒരു നീണ്ട നിരയാണ് എം ലൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഓർക്കുക, ഓരോ മയോഫൈബറിലും നമുക്കറിയാം എ ബാൻഡ് ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള ഐ ബാൻഡ് കൊണ്ട് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇൻ ദ മിഡിൽ ഓഫ് ദ എ ബാൻഡ് ഒരു ലൈറ്റ് ഏരിയ ഉണ്ട്, എച്ച് സോൺ. ആ എച്ച് സോണിനകത്തായിട്ടൊരു എം ലൈൻ ഉണ്ട്. എച്ച് എന്ന് പറഞ്ഞാൽ ഹെൻസൺ സോൺ എന്നാണ്, അത് കണ്ടുപിടിച്ച ആളുടെ പേരിൽ ഹെൻസൺ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. എച്ച് സോണിൻ്റെ അകത്തായിട്ട് എം ലൈൻ കാണുന്നു. എം ലൈൻ എന്ന് പറഞ്ഞാൽ മയോസിൻ ബൈൻഡിങ് പ്രോട്ടീൻ കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, മിറ്റൽ, ജർമ്മനിലത് മിറ്റൽ ലൈൻ എന്നാണ്. മിറ്റൽ ലൈൻ, എം ലൈൻ എന്ന് പറഞ്ഞാൽ മിറ്റൽ ലൈൻ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ, ഇപ്പം നമുക്ക് കാണാം നല്ല തിന്നായിട്ടുള്ള ആക്റ്റിൻ ഫിലമെൻറ്റ്സും തിക്കായിട്ടുള്ള മയോസിൻ ഫിലമെൻറ്റുകളെയും കാണാം അല്ലേ. തിൻ ആൻഡ് ലോങ് ആയിട്ടുള്ള ആക്റ്റിൻ ഫിലമെൻറ്റ്, തിക്ക് ആൻഡ് കുറച്ച് ഷോർട്ടായിട്ടുള്ള മയോസിൻ ഫിലമെൻറ്റുകളെയും കാണാം. ഇവയെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒരു സാർക്കോമിയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ തവണ കൂടെ നിങ്ങൾ സാർക്കോമിയർ യൂണിറ്റിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കുക. സാർക്കോമിയർ യൂണിറ്റിൽ ഐസോട്രോപ്പിക് ബാൻഡുകളുടെ നടുക്ക് ഭാഗത്തുള്ള അല്ലെങ്കിൽ മിഡിലുള്ള ഐ ബാൻഡ് ഇസഡ് ലൈനുകളുടെ 2 ഇസഡ് ലൈനുകളുടെ ഇടയിലായിട്ട് ഐസോട്രോപ്പിക് ആയിട്ടുള്ള കുറച്ച് ഏരിയ, അതിൻ്റെ മിഡിലായിട്ട് ഒരു അനൈസോട്രോപ്പിക് ഏരിയയുടെ മിഡിൽ ഒരു എച്ച് സോൺ കൂടി കാണാം. ആ എച്ച് സോണിന് നടുക്കായി ഒരു എം ലൈൻ കൂടി കാണാം. സോ എം ലൈൻ ഈസ് ഫോംഡ് ഓഫ് മയോസിൻ ബൈൻഡിങ് പ്രോട്ടീൻസ്. ഇത്രയും ചേർന്നതാണ് ഒരു സാർക്കോമിയർ യൂണിറ്റ്. ഇനി ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ദെൻ ആക്റ്റിൻ ഫിലമെൻസിനെ കുറിച്ച് പറയാം. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആർ ദ, നമ്മൾ പറഞ്ഞു തിൻ മയോസിൻ ഫിലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. തിക്ക് മയോസിൻ ഫിലമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തിൻ ആക്റ്റിൻ ഫിലമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആക്റ്റിൻ ഫിലമെൻറ്റ് ആർ ദ തിൻ ഫിലമെൻറ്റ്സ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 20 ആങ്സ്ട്രോം and these filaments extend from either side of the Z line, run across I band and enter into A band up to H zone. അതാണ് ഓർക്കേണ്ടത് അല്ലേ. എ ബാൻഡിലേക്ക് കുറച്ചത് കയറിയാണ് നിൽക്കുന്നത്, ആ എച്ച് സോണിൻ്റെ കുറച്ചൊരു ഭാഗം വരെ അത് കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മയോസിൻ ഫിലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ദ തിക്ക് ഫിലമെൻറ്റ്സ് വിത്ത് ഡയമീറ്റർ ഓഫ് 115 ആങ്സ്ട്രോം ആൻഡ് ദീസ് ഫിലമെൻറ്റ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ എ ബാൻഡ്. അത് അവിടെ തന്നെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. എ ബാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ എ ബാൻഡിൽ തന്നെയാണ് മയോസിൻ ഫിലമെൻറ്റ്സ് കാണുന്നത് അല്ലേ. ഓർമ്മയുണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ അല്ലേ. വെറൈറ്റീസ് എ ബാൻഡിൻ്റെ ത്രൂ ഔട്ട് അത് കാണുന്നത് തന്നെയാണ് മയോസിൻ, ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള മയോസിൻ ഫിലമെൻറ്റ്സ്. പക്ഷേ ആക്റ്റിൻ എന്താണ്, ഒരു അല്പം എച്ച് സോണിൻ്റെ കുറച്ച് റീജിയനിലേക്ക് കയറിയാണ് എം ലൈൻ ഒഴിച്ചിട്ടുള്ള ആ ഒരു കുറച്ച് ഭാഗത്തു നിന്നും മാത്രം മാറി ഒന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ക്രോസ് ബ്രിഡ്ജസ് ഫോർമേഷൻ. സം ലാറ്ററൽ പ്രോസസ്സസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് കോൾഡ് ക്രോസ് ബ്രിഡ്ജസ് അറൈസ് ഫ്രം ഈച്ച് മയോസിൻ ഫിലമെൻറ്റ്. ഓരോ മയോസിൻ ഫിലമെൻറ്റുമാണ് അതിൻ്റെ ഒരു കാരണം അല്ലെ. ഇപ്പോൾ മയോസിൻ ഫിലമെൻറ്റ് നമ്മൾ കണ്ടു, നല്ല തിക്കായിട്ട് എച്ച് സോണിലുള്ള അല്ലെങ്കിൽ അനൈസോട്രോപ്പിക് ബാൻഡിലുള്ള ഫിലമെൻ്റ് ആണല്ലേ. അപ്പോൾ ആ ഒരു ഏരിയ ഫോം ചെയ്യുന്ന മയോസിൻ ഫിലമെൻറ്റുകൾ കൊണ്ടാണ്. ഇവിടെയാണ് ആ ഒരു ക്രോസ് ബ്രിഡ്ജസ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻസ്, ലാറ്ററൽ പ്രോസസ്സസ് ഫോം ചെയ്യുന്നത്. These bridges have enlarged structures called myosin heads at their tips. Myosin heads attach themselves to actin filaments. Myosin ഹെഡിലേക്കാണ് ആക്റ്റിൻ ഫിലമെൻറ്റുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ദീസ് ഹെഡ്സ് പുൾഡ് ആക്റ്റിൻ, അവരാണ് പിടിച്ചിട്ട് ആ മയോസിൻ ഹെഡുകളാണ് ആക്റ്റിൻ ഫിലമെൻറ്റുകളെ വലിച്ചടിപ്പിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. സോ ഡ്യൂറിങ് കോൺട്രാക്ഷൻ ഓഫ് ദ മസിൽ ബൈ മീൻസ് ഓഫ് മെക്കാനിസം കോൾഡ് സ്ലൈഡിംഗ് മെക്കാനിസം ഓർ റാച്ചറ്റ് മെക്കാനിസം അല്ലേ. റാച്ചറ്റ് മെക്കാനിസം അല്ലെങ്കിൽ സ്ലൈഡിംഗ് മെക്കാനിസത്തിലൂടെ മയോസിൻ ഹെഡുകൾ തൻ്റെ തൊട്ടടുത്തുള്ള ആക്റ്റിൻ ഫിലമെൻറ്റുകളെ പിടിച്ച് അടുത്തേക്ക് അടുപ്പിക്കുന്നു, കോൺട്രാക്ട് ചെയ്യിപ്പിക്കുന്നു. ഡ്യൂറിങ് ദ കോൺട്രാക്ഷൻ ഓഫ് ദ മസിൽ ദ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഗ്ലൈഡ് ഡൗൺ ബിറ്റ്വീൻ ദ മയോസിൻ ഫിലമെൻറ്റ് അല്ലേ. അതിനിടയിലൂടെ പതുക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. ഗ്ലൈഡ് ഡൗൺ ബിറ്റ്വീൻ ദ മയോസിൻ ഫിലമെൻറ്റ്സ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദ എച്ച് സോൺ. എച്ച് സോണിൻ്റെ മധ്യത്തിലേക്ക് അത് വളരെ നല്ല ശക്തിയായിട്ട് അവർ വരുന്നു.
and approach the corresponding actin filaments from the next Z line. അല്ലെ, അതായത് രണ്ട് Z ലൈനുകളും കൂടെ ഒന്ന് നന്നായി അടുത്ത് വരുന്ന രീതിയിൽ നന്നായി കോൺട്രാക്ട് ചെയ്യുന്നു. The Z lines also approach the ends of the myosin. Z ലൈൻസും ആ മയോസിൻ Z ലൈൻസ് വളരെ അടുത്ത് വന്നിട്ട് ആ മയോസിൻ ഫിലമെൻസിൻ്റെ തൊട്ടടുത്ത് വരെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നന്നായി കോൺട്രാക്ട് ചെയ്യപ്പെടുന്നു. So that the axon and eye bands are shortened during contraction of the muscle. അല്ലേ, അപ്പോൾ ആ സമയത്ത് എക്സോണും ഐ ബാൻഡ്സും ഒക്കെ ഷോർട്ടൺ ചെയ്ത് വരുന്ന രീതിയിലാണ് അത് കോൺട്രാക്ട് ചെയ്യുന്നത്. ഡ്യൂറിങ് ദ റിലാക്സേഷൻ ഓഫ് ദ മസിൽ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആൻഡ് Z ലൈൻസ് കം ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. പിന്നെ അവർ പുറകോട്ട് തന്നെ നീങ്ങി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പൊസിഷൻ അറിയുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതാണ്. സോ ലൈക്ക് ദാറ്റ് ഇവിടെ നോക്കൂ. ഓക്കെ, ഈ ഫിഗറിൽ ഒരു കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത്, ശ്രദ്ധിക്കുക. ബിയിൽ ഫുൾ ഒരു ഡ്യൂറിങ് കോൺട്രാക്ഷൻ Z ലൈൻസ് കംസ് ക്ലോസർ, അല്ലേ, നല്ല അടുത്ത് വരുന്നു. എച്ച് സോൺ ആൻഡ് ഐ ബാൻഡ് ആർ റെഡ്യൂസ്, എല്ലാം റെഡ്യൂസ് ചെയ്ത് കാണിക്കുന്നു. പക്ഷേ ദ എ ബാൻഡ് ഹാസ് നോ ചേഞ്ച്, അല്ലേ, എ ബാൻഡിന് അവിടെ ചേഞ്ച്, കാരണം അത് അവിടെ തന്നെ അങ്ങനെ സ്ട്രോങ് ആയി നിന്നിട്ട് തൊട്ടടുത്തുള്ള ആക്റ്റിനെയും മറ്റുമൊക്കെ തന്നിലേക്ക് Z ലൈനെയൊക്കെ വലിച്ച് ഇങ്ങോട്ട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ എ ബാൻഡ് ഹാസ് നോ ചേഞ്ച്. ഐ ബാൻഡിനും അതുപോലെ Z ലൈനും ഒക്കെയാണ് തെന്നി മാറുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ കോൺട്രാക്റ്റൈൽ എലമെൻസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മയോസിൻ ഫിലമെൻറ്റ്സ് ആർ ഫോംഡ് ബൈ മയോസിൻ മോളിക്യൂൾസ്. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആർ ഫോംഡ് ബൈ 3 types of proteins കോൾഡ്, ശ്രദ്ധിക്കുക, ആക്റ്റിൻ, ട്രോപ്പോമൈസിൻ ആൻഡ് ട്രോപ്പോണിൻ. മയോസിൻ ഫിലമെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത് മയോസിൻ മോളിക്യൂൾസ് കൊണ്ടാണ്. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത് 3 types of protein, ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ എന്നിവ കൊണ്ടാണ്. ട്രോപ്പോണിൻ എന്ന ഒരു മോളിക്യൂളിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ കാർഡിയാക് ഡിസീസസിൻ്റെ ഡയഗ്നോസിസും, അല്ലെ, മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ ട്രോപ്പോണിൽ വരുന്ന ചേഞ്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, ബയോകെമിസ്ട്രി ക്ലാസ്സിലാണ്. സോ ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ എന്നിവ 3 ടൈപ്പ് പ്രോട്ടീനാണ്. അതിലൂടെയാണ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. സോ ദീസ് 4 proteins together constitute the contractile proteins or the contractile elements of the muscle. ഓക്കെ, സോ മയോസിൻ മോളിക്യൂൾ എന്താണെന്ന് നോക്കാം. മയോസിൻ ഫിലമെൻ്റ് എന്ന് പറയുന്നത് ഇത് കൺസിസ്റ്റ് ഓഫ് അബൌട്ട് 200 മയോസിൻ മോളിക്യൂൾസ് ചേർന്നിട്ടുണ്ടായിരിക്കുന്നു. ഒരു 18 classes of myosin are identified. Myosin 2 is present in the sarcomere. കേട്ടോ, ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. Myosin 2 is present in the sarcomere. Myosin 2 is a globulin with a molecular weight of 480,000 and each myosin molecule is made up of 6 polypeptide chains, of which 2 are heavy chains and 4 are light chains. Molecular weight of the heavy chain അത് ഒരു 2 lakh ആണ് വരുന്നത്. ഈച്ച് ലൈറ്റ് ചെയിൻ്റെ ഒരു 20,000 വരുന്നു. അപ്പോൾ 4 into 20,000 80,000 ആയിട്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ 2 എണ്ണം ഇതുള്ളത് കൊണ്ട് 4,80,000 ടോട്ടൽ അതിൻ്റെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. എത്രയാണ് ഓരോ മയോസിൻ ഫിലമെൻറ്റിലും 200 മയോസിൻ മോളിക്യൂൾ ഉണ്ടെന്ന് ഓർക്കുക. മയോസിൻ 2 ആണ് സാർക്കോമിയറിലുള്ളതെന്ന് ഓർക്കുക. ക്വസ്റ്റ്യൻ വൈസ് മയോസിൻ മോളിക്യൂളിൻ്റെ വെയിറ്റ് 4,80,000 ആണെന്ന് ഓർക്കുക. അത് 6 പോളിപെപ്റ്റൈഡ് ചെയിനുകളുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഓർക്കുക. 2 എണ്ണം ഹെവി ചെയിൻ ആണെന്ന് ഓർക്കുക. ബാക്കി 4 എണ്ണം ലൈറ്റ് ചെയിൻ ആണെന്ന് ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വൈസ് നമ്മൾ ഇമ്പോർട്ടൻസ് നോക്കുന്നത്. ദെൻ പോർഷൻസ് ഓഫ് മയോസിൻ മോളിക്യൂൾസിൻ്റെ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓരോ മയോസിൻ മോളിക്യൂളിനും 2 പോർഷനാണ്, ടെയിൽ പോർഷനും ഹെഡ് പോർഷനും. ടെയിൽ പോർഷൻ ഓഫ് മയോസിൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 ഹെവി ചെയിൻസ്. ടെയിൽ ഹെവി ചെയിൻ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് വിച്ച് ട്വിസ്റ്റ് അറൗണ്ട് ഈച്ച് അതർ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു ഡബിൾ ഹെലിക്സ് പോലെ. ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡബിൾ ഹെലിക്സ് both the heavy chains turn away in opposite direction and form the globular head portion. ഓക്കെ, അതാ ഓരോ ഡബിൾ ഹെലിക്സ്, ഇപ്പോൾ നമ്മൾ ഡബിൾ ഹെലിക്സ് ഹെവി ചെയിൻ്റെ കാര്യം പറഞ്ഞു. ആ ഹെവി ചെയിൻസ് ചേഞ്ച് ചെയ്തിട്ട് ഒരു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഗ്ലോബുലാർ ഹെഡ് പോലെ ഇങ്ങനെ വന്നിരിക്കുന്നു, അല്ലേ. ആൻഡ് ദസ് ഹെഡ് പോർഷൻ ഹാസ് 2 parts. 2 light chains are attached to each part of the head portion of myosin molecule. ഇതാ നോക്കാം, ഇവിടെ കാണാൻ മതി. ദിസ് ഇസ് ദ മയോസിൻ ഹെഡ്, അല്ലേ. ഇവിടെ ഇതാണ് മയോസിൻ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡബിൾ ഹെലിക്സ് പോലെ പോയിരിക്കുന്ന ബാക്കിയുള്ള ഭാഗം, അല്ലേ, ഹെവി ചെയിൻസും. ദെൻ ഇതിനകത്ത് ഈ ഒരു മയോസിൻ മോളിക്യൂളിനകത്ത് ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, അല്ലേ. അതിൻ്റെ ഹെഡ് റീജിയനിൽ ഒരു ATP ബൈൻഡിങ് സൈറ്റ്, ഇതാണ് ATP ബൈൻഡിങ് സൈറ്റ്. ഇതൊരു ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റാണ്. ഓക്കെ, ആക്റ്റിനെ ബൈൻഡ് ചെയ്തിട്ടാണല്ലോ വലിച്ച് കോൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്, അല്ലേ. ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്ന
മറ്റു കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ദൂരമൊന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. Each myosin head has two attachment sites. One side is for actin filament and the other one is for the ATP molecule. So myosin head is absent in the central part of the myosin. ശ്രദ്ധിക്കുക, myosin head is absent in the central part of the myosin filament, that is in the H zone. Okay, very important thing according to our exam level. മയോസിൻ ഹെഡ് എവിടെ ആബ്സെൻ്റ് ആയിട്ടുള്ളത്? എച്ച് സോണിൽ മയോസിൻ ഹെഡ് ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, എച്ച് സോണിൽ മയോസിൻ ഹെഡ് ആബ്സെൻ്റ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ഇനി ആക്റ്റിൻ മോളിക്യൂളിനെ കുറിച്ച് പറയുമ്പോൾ ദേ ആർ ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ദ തിൻ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആൻഡ് ഈച്ച് ആക്റ്റിൻ മോളിക്യൂൾ ആർ കോൾഡ് എഫ് ആക്റ്റിൻ. അതായത് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നതിൽ ആദ്യത്തെ പ്രോട്ടീനാണ് ആക്റ്റിൻ. ആക്റ്റിനിൽ തന്നെ എഫ് ആക്റ്റിൻ ഉണ്ട് ആൻഡ് each actin molecule is called F-actin and it is the polymer of small protein known as G-actin. G-actinuകൾ എന്ന് പറയുന്ന പോളിമറുകൾ കൂടി ചേർന്ന് ഉണ്ടാവുന്നതാണ് F-actin. ഓക്കെ, G-actin എന്ന് പറയുന്ന പോളിമേഴ്സ് കൂടി ചേർന്ന് ഉണ്ടാവുന്ന പ്രോട്ടീൻസ് കൂടി ചേർന്ന് ഉണ്ടാവുന്നതാണ് F-actin എന്ന മോളിക്യൂൾ. There are about 300 to 400 actin molecules. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മതി, ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. 300 to 400 ആക്റ്റിൻ മോളിക്യൂൾസ് ഉണ്ട് ഓരോ ആക്റ്റിൻ ഫിലമെൻറ്റിലും. മോളിക്കുലർ വെയിറ്റ് 42,000 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ മയോസിൻ്റെ 4,80,000 നമ്മൾ പറഞ്ഞെങ്കിൽ ഇവിടെ 42,000 മാത്രമേ ഉള്ളൂ. ദ ആക്റ്റിൻ മോളിക്യൂൾസ് ഇൻ ദ ആക്റ്റിൻ ഫിലമെൻറ്റ് ആർ ഓൾസോ അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് ഡബിൾ ഹെലിക്സ് പോലെ തന്നെയാണ് ഇവരും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ എഫ് ആക്റ്റിൻ മോളിക്യൂളിലും ഓരോ ആക്റ്റീവ് സൈറ്റ് ഉണ്ട് ടു വിച്ച് മയോസിൻ ഹെഡ് ഈസ് അറ്റാച്ച്ഡ്. മയോസിൻ ഹെഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ട്രോപ്പോമയോസിൻ, about 40 to 60 tropomyosin molecules are situated along the double helix strand of actin filament. 40 മുതൽ 60 വരെ ട്രോപ്പോമയോസിൻ മോളിക്യൂൾസ് ആണ് ഈ നമ്മുടെ ആക്റ്റിൻ ഫിലമെൻറ്റിനോടൊപ്പം ഉള്ളത്. ഈച്ച് ട്രോപ്പോമയോസിൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ വെയിറ്റ് ഓർക്കുക 70,000. In a relaxed condition of the muscle, the tropomyosin molecules cover all the active sites of the F actin molecule. അപ്പോൾ ഈ ആക്റ്റീവ് സൈറ്റ് എഫ് ആക്റ്റിനിലുള്ള ആക്റ്റീവ് സൈറ്റ് മയോസിൻ ഹെഡിനെ വന്നിട്ട് ചേർക്കാനുള്ളതാണ്. അപ്പോൾ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ആരുണ്ടാവും? ട്രോപ്പോമയോസിൻ മോളിക്യൂൾ ഇങ്ങനെ കവർ ചെയ്ത് ഇരിപ്പുണ്ടാവും. നമുക്ക് നോക്കാമല്ലോ, അതാ ഇവിടെ കാണാമല്ലോ. ഓക്കെ, ദിസ് ഇസ് ദ ഹെവി ചെയിൻ. മയോസിൻ്റെ ഹെവി ചെയിൻ എന്ന് പറയുന്നത് ടെയിൽ റീജിയൻ ഇതാണ്, അതിൻ്റെ ഹെഡ് റീജിയൻ ഇതാണ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ആക്റ്റിൻ്റെ നോക്കാമല്ലോ. ആക്റ്റിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞ ആക്റ്റിൻ നോക്കാം. ജി ആക്റ്റിനുകൾ കൊണ്ടുണ്ടായിരിക്കുന്നതാണ് ഈ എഫ് ആക്റ്റിൻ എന്ന് പറയുന്നത്. എഫ് ആക്റ്റിൻ അല്ലേ, മുത്ത് പോലെ കോർത്തുണ്ടായിരിക്കുന്നു. അതൊരു ഡബിൾ ഹെലിക്സ് പോലെ തന്നെ കാണാൻ പറ്റുന്നു. അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ട്രോപ്പോമയോസിനെയും ട്രോപ്പോണിനെയും ഒക്കെ നമുക്ക് കാണാം. ദിസ് ഈസ് ദ ട്രോപ്പോണിൻ ആൻഡ് ദിസ് ഈസ് ദ ട്രോപ്പോമയോസിൻ. കണ്ടോ, ത്രൂ ഔട്ട് പോയിരിക്കുന്നത് എന്താ? ഓരോ എഫ് ആക്റ്റിനുകളുടെയും ഒരു ബ്രൗൺ കളറിൽ കൊടുത്തിട്ടില്ലേ ട്രോപ്പോമയോസിനെ? എന്തുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്? കാരണം ഓരോ ആക്റ്റിൻ മോളിക്യൂളുകളുടെയും ആക്റ്റീവ് സൈറ്റിനെ അതെന്ത് ചെയ്യുന്നത്? കവർ ചെയ്ത് വെച്ചിരിക്കുക, ആക്റ്റീവ് സൈറ്റിനെ കവർ ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ എഫ് ആക്റ്റിനോട് കൂടി ത്രൂ ഔട്ട് അതിൻ്റെ ഓൾ ലെങ്ത് പോകുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ട്രോപ്പോമയോസിൻ മോളിക്യൂൾ. ട്രോപ്പോൺ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് മാത്രമായിട്ട് കാണുന്നതാണ്. പിങ്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക, ട്രോപ്പോണിൻ. ഓക്കെ, ദെൻ troponin, it is formed by 3 subunits. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. troponin I, which is attached to the F actin, troponin T, which is attached to the tropomyosin, and troponin C, which is attached to the calcium ions. This is the most important thing in skeletal muscle structure. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. troponin I എന്ന് പറഞ്ഞാൽ അത് എഫ് ആക്റ്റിൻ മോളിക്യൂളുമായിട്ട് അത് അറ്റാച്ച്ഡ് ആണ്. troponin T എന്ന് പറയുമ്പോൾ it is attached to the tropomyosin, and troponin C, which is attached to the കാൽസ്യം അയോൺസ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾ നോക്കുക. ITC എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ടല്ലേ. അത് ഇപ്പോൾ ട്രോപ്പോമയോസിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുണ്ട്, എഫ് ആക്റ്റിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ട്രോപ്പോണിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാനത് വീണ്ടും പഠിക്കാൻ പറയുകയാണ്. ട്രോപ്പോണിൻ I എഫ് ആക്റ്റിനുമായിട്ട് കണക്റ്റഡ് ആണ്. ട്രോപ്പോണിൻ T ട്രോപ്പോമയോസിനുമായിട്ട് കണക്റ്റഡ് ആണ്. ട്രോപ്പോണിൻ സി എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഇസ് കാൽഷ്യം അയണുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി മറ്റുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതർ പ്രോട്ടീൻസ് ഓഫ് ദ മസിൽ ഇൻ അഡീഷൻ ടു ദ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ സർക്കോമിയർ കണ്ടെയ്ൻ സെവറൽ അതർ പ്രോട്ടീൻസ് സച്ച് ആസ് ആക്റ്റിൻ ഉണ്ട്, which attached to the actin filament to Z line. Desmin, which binds to the Z line with the sarcolemma.
നെബുലിൻ ഉണ്ട്, വിച്ച് റൺ ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് പാരലൽ ടു ആക്റ്റിൻ ഫിലമെൻസിൻ്റെ ഒപ്പം പോകുന്ന നെബുലിൻ പ്രോട്ടീൻ ഉണ്ട്, നെബുലിൻ മസിൽ പ്രോട്ടീൻ. ടൈറ്റിൻ ഉണ്ട്, ലാർജ് പ്രോട്ടീൻ കണക്റ്റിംഗ് എം ലൈൻ ആൻഡ് ഇസഡ് ലൈൻ. ഈച്ച് ടൈറ്റിൻ മോളിക്യൂൾ ഫോംസ് എ സ്കഫോൾഡിംഗ് ഫോർ സാർക്കോമിയർ ആൻഡ് പ്രൊവൈഡ്സ് ഇലാസ്റ്റിസിറ്റി ടു ദ മസിൽ. അപ്പം ഇപ്പോൾ കോൺട്രാക്ഷനെ ബേസ് ചെയ്താണ് നമ്മൾ ആക്റ്റിനും മയോസിനും ഒക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റ് ചില കോൺട്രാക്റ്റൽ പ്രോട്ടീൻസ് ആണ് ആക്റ്റിനിൻ, ഡെസ്മിൻ, നെബുലിൻ, ടൈറ്റിൻ ഒക്കെ. ആക്റ്റിനിൻ എന്ന് പറയുന്നത് ഇസഡ് ലൈനുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന പ്രോട്ടീനാണ്. ഡെസ്മിൻ ഇസഡ് ലൈനിനെ സാർക്കോലെമ്മയുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നതാണ്. അല്ലേ, അപ്പോൾ ഇത് ആക്റ്റിൻ ഫിലമെൻറ്റിനെ ശ്രദ്ധിക്കുക, ആക്റ്റിൻ ഫിലമെൻറ്റിനെ ഇസഡ് ലൈനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നു ആക്റ്റിനിൻ. ഡെസ്മിൻ ഇസഡ് ലൈനിനെ സാർക്കോലെമ്മയായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നു. നെബുലിൻ എന്ന് പറയുന്നത് പാരലൽ ആക്റ്റിൻ ഫിലമെൻസിൻ്റെ പിന്നെ അതിൻ്റെ ഒപ്പം പോകുന്നതാണ് നെബുലിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. വെച്ചാൽ അതിനെ ചേർത്തുകൊണ്ട് പാരലൽ ആയിട്ടുള്ള ആക്റ്റിൻ ഫിലമെൻസിനെ ചേർത്തുകൊണ്ട് പോകുന്നതാണ് നെബുലിൻ. ടൈറ്റിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ലാർജ് പ്രോട്ടീൻ കണക്റ്റിംഗ് എം ലൈനിനെയും ഇസഡ് ലൈനിനെയും. എം ലൈനിനെയും എം ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഇസ് ഇൻ ദ എച്ച് സോണാണ്. ഇസഡ് ലൈൻ കുറച്ച് ദൂരെയാണ്. അപ്പോൾ അത് കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഈ ടൈറ്റിൻ മോളിക്യൂൾസ് ആണ് ഒരു സ്കഫോൾഡിങ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നത് ഫോർ സാർക്കോമിയർ, ആ ഇലാസ്റ്റിസിറ്റി കൊടുക്കുന്നത്. സോ ടൈറ്റിൻ ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീനാണ്. 4th വൺ അത് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക്